നമസ്കാരം സുഹൃത്തുക്കൾ. എന്നാൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഋഷികേശിലോട്ടാണ്. ഋഷികേശിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ഗംഗാ റിവർ കണ്ടപ്പോഴത്തേക്കാണ് ഇവിടെ നിർത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ശരിക്കും നമ്മളിപ്പോൾ ഏകദേശം 11 മണിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും. നമ്മൾ യുപിയിൽ നിന്ന് കുറേ നേരത്തെ ഇറങ്ങിയാണെങ്കിൽ പോലും ഇവിടെ എത്താൻ വേണ്ടി ഇവിടെ താമസിച്ചു പോയി. ഇതിന്റെ പുറകിലത്തെ വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ടുള്ള കുത്തൊഴുകുന്ന ഗംഗാ നദിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞം പുറകെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ ഋഷികേശ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഒരു പുണ്യ പുരാതന ആ ഒരു ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്നത്. ശരിക്കും അതിനേക്കാൾ ഉപരി ഒരുപാട് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല യോഗയുടെ വലിയൊരു കേന്ദ്രം കൂടിയാണ് ഈ ഋഷികേശ്. കരിങ്കുരങ്ങനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുരങ്ങൻ വന്ന് നമ്മളെ നേരെ മുമ്പേ വന്നിരിക്കുകയാണ്. വളരെ സൂപ്പറായിട്ട് നമുക്ക് സുഹൃത്തുക്കളെ, അന്നേരം നമ്മളിപ്പോ നീലകണ്ഠ ക്ഷേത്രത്തിലോട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് ദൂരമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ അങ്ങോട്ട് പയ്യെ മന്ദം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലോട്ട് വേണ്ടുന്ന പൂജാ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ജലധാരയുള്ള വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. ശരിക്കും വീഡിയോഗ്രാഫി അമ്പലത്തിനുള്ള അലോഡല്ല. നമ്മളങ്ങോട്ട് പോകുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് മഹാദേവൻ്റെ വിഗ്രഹത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശിവലിംഗത്തിൻ്റെ നമ്മൾ തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവലിംഗത്തിലെ ജലധാരയൊക്കെ നടത്തുന്നതല്ല, തിരുമേനിമാരൊന്നുമല്ല. മാത്രമല്ല ഇവിടുത്തെ വലിയൊരു ആചാരമാണ് ഈ ആഗ്രഹങ്ങളൊക്കെ സൗരീകരിക്കാൻ വേണ്ടി ഈ തിരികത്തിക്കൊക്കെ ഈ ചരടുകെട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കാളകൂട വിഷം സേവിച്ചിട്ടുള്ള മഹാദേവൻ അന്നേരമാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് വരുന്നത്. നീലകണ്ഠത്തോടു കൂടിയുള്ളവൻ, നീലക്കഴുത്തോടു കൂടിയവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അന്നേരം ആ മഹാദേവൻ ഏകദേശം 60,000 വർഷം ഇവിടെ ധ്യാനത്തിലിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഈ ഐതിഹ്യമൊക്കെ ശരിക്കും ഇവിടെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. പൊതുവെ പറയപ്പെടുന്ന ഇവിടുത്തെ ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണെന്നാണ്. അങ്ങനെ നമ്മൾ നീലകണ്ഠ മഹാദേവന്റെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ ഒത്തിരി കടകൾ ഇങ്ങനെ ഉണ്ട്. നമ്മുടെ ഈ രുദ്രാക്ഷം അങ്ങനത്തെ ഹിന്ദു ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിലയൊക്കെ ചോദിച്ച് ഇങ്ങനെ വാങ്ങുവൊക്കെയാണ്. ശരിക്കും പൊതുവെ ഋഷികേശില് ഹരിദ്വാറിന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അല്പം വില കൂടുതലാണ്. നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് ഹരിദ്വാറിൽ കയറുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഗംഗാ സ്നാനം ചെയ്യാനും വേണ്ടി ഉദ്ദേശിക്കുന്നത്. അന്നേരം പിന്നെ അവിടുന്ന് വാങ്ങാതെ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. ഞാൻ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഈ ചെറിയ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് ജലമൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ശിവന് ജലധാരയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഗ്രഹത്തെ നമുക്ക് തൊട്ട് തൊഴുവാൻ വേണ്ടിയുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ഒരു സൗകര്യം കിട്ടുന്നില്ല. ഇവിടെ അങ്ങനെയുണ്ട്. അന്നേരം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലങ്ങളിലോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളൊരു കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഏതെടുത്താലും 5 രൂപയാണ്. വളരെ നല്ലൊരു കടയാണ്. പൊട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാത്തിനും 5 രൂപയാണ്. സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ ഗംഗയിലൂടെ റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് നമ്മളെ ബോട്ട്. നമുക്കിവിടെ പങ്കയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുമായിട്ട് നമ്മൾ ഈ കുത്തി ഒഴുകുന്ന ഗംഗയോടാണ് റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 8 കിലോമീറ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നാലും എല്ലാവർക്കും നമ്മളുടെ ആ ഒരു ഋഷികേശിലെ റിവർ ഡ്രാഫ്റ്റിങ്ങിലോട്ട് സ്വാഗതം. സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ ഡ്രാഫ്റ്റിംഗ് വേണ്ടി റെഡി ആയതുകൊണ്ട് ഹെൽമെറ്റും സേഫ്റ്റി ജാക്കറ്റുമായിട്ട് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ബോയ്സുകളുണ്ട്. ബോയ്സ്, ആർ യു റെഡി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയുടെ ആ ഒരു ഒഴുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഭയങ്കര രീതിയിലുള്ള കുത്ത് ഒഴുക്കാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പീയൂഷ് ഭായ് ഇവിടെ ഉണ്ട്. അന്നേരം ഇത്രയും വലിയ കുത്ത് ഒഴുക്കിലൂടെയാണ് നമ്മൾ ഈ റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അത്യാവശ്യം പേടിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മളെ പയ്യന്മാർ ഇവിടെ ഉണ്ട്. ഇമാരൊക്കെ പേടിച്ച് നിൽക്കറേ ഉള്ളുന്ന കാര്യം ഏതാനും നിമിഷങ്ങൾക്കകം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മളെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിങ്ങും കൂടിയായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു വീണപ്പം തന്നെ ഈ വെള്ളമൊക്കെ തുഴഞ്ഞ് നടന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ
പങ്ക നമ്മളെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ആരും ഒന്നും പേടിക്കണ്ടെന്നൊക്കെ വലിയ തള്ളൊക്കെ തള്ളിയിട്ടാണ് പാമ്പ് പിടിച്ച പിള്ളേരെ അവിടെ കയറ്റിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പേടിയാവും. പക്ഷേ നമുക്ക് ഇത് നല്ല ശരിക്കും എൻജോയ് ചെയ്യാനും വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ശരിക്കും എല്ലാവരെയൊക്കെ എൻജോയ് ചെയ്തു. ഭയങ്കര ഇങ്ങനെ ശരിക്കും ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് ശരിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. Okay, stop. So look here backside. So how's the feeling, everyone? Good. So look here, Ganga Maya ki. Ganga Maya ki. Ganga Maya ki. Good. Are you enjoying, guys? Good. ഋഷികേശ് വരുന്ന എല്ലാവരും കമ്പൾസറി ആയിട്ടും ചെയ്യാനും വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ് റിവർ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും അത്രയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ശരിക്കും ഇവിടുന്ന് കിട്ടുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ താഴത്തോളം നമ്മൾ റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 1000 രൂപയാണ് പെർ ഹെഡിന് നമ്മൾ കൊടുത്തത്. ഇത് 2 ഫാമിലി ചേർന്നിട്ട് നമ്മുടെ കൂട്ടുകാരും പിന്നെ വേറൊരു ഫാമിലികളെ ചേർന്നിട്ടാണ് നമ്മൾ ശരിക്കും ഇത് ബോട്ടിങ് ഈ റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 8 കിലോമീറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് അങ്ങ് പോയതിന് ശേഷം തിരിച്ച് അവരുടെ വണ്ടിക്കകത്ത് തന്നെ നമ്മൾ ഇതേ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അവർ എത്തിച്ചേരും. അതിനാണ് മൊത്തം ഒരു പെർ ഹെഡ് 1000 രൂപ വെച്ചിട്ട് അവർ വാങ്ങുന്നത്. Okay, stop. ആക്ച്വലി ഇത് വിമാനം പുറപ്പെടുന്നതിനൊക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിമാനം തലകുത്തി മറിക്കാറുണ്ട്, തലകുത്തി മറിക്കാറ്, അതിനൊക്കെ ഒരു സൂപ്പർ ഫീലിംഗ് തോന്നി. ഇതിൻ്റെ വെള്ളമൊക്കെ ദേഹത്തടിച്ച് വയ്ക്കുന്ന നല്ല തണുപ്പും തോന്നുന്നുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും എൻജോയ് ചെയ്യണം. Yes, good. Very good. Very good. നമ്മളിവിടെ ഉള്ളതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നമില്ലാതെ വളരെ Stop. പോക്ക്. ഇനി കുറച്ച് നേരം റിലാക്സ് ചെയ്യുവാണ്. Draw Maru. And go forward. Come on, draw man, bro. വീണ്ടും നമ്മളങ്ങനെ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തുവാന്നറിയാൻ വയ്യ, തുടങ്ങിയിട്ടും അങ്ങോട്ട് go a bit side. Samne. So rapid call, tata, bye bye. Okay, so look at everyone, bye bye. Bolo. Good. Are you ready, guys? Bolo Ganga Maya ki. Good. Stop. Magnito mommy. And go forward. Come on. Go forward fast. Fast karo bhi fast. റിവർ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു 2ാം ഘട്ടത്തിലോട്ട് പോവുകയാണ്. ഇവിടെ ഒഴുക്ക് കുറച്ചും കൂടെ കൂടുതലാണ്. Okay, stop. Back paddle. Stop till you go forward. Forward. Man, so now please. Outside. Better. Come on, move. Chalao. Okay, stop. Relax. सब लोग पैडल हाई पैड करो. एक बार मेरी तरफ ब्रेक पार्ट टच करो. So I say Ganga Maya ki, you say yes. So loudly Ganga Maya ki. Hip hip. Good. Are you ready? Yes. 1, 2, 3, go jump. Good. So look here. So how's the feeling? വെരി ഗുഡ്. Good. ഇറ്റ്സ് വെരി കോൾ. I enjoy. പണ്ട് തൊട്ടാ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഉള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ വെള്ളത്തിട്ടാണ് നമ്മൾ പൊങ്ങി കിടക്കും. ഇപ്പോഴും അത്രയും തന്നെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഗംഗാ നദിയുടെ ആഴങ്ങളിൽ ഇങ്ങനെ മുങ്ങി കിടക്കാൻ വേണ്ടി പറ്റിയത് വളരെ സന്തോഷമുണ്ട്. സുഹൃത്തുക്കളെ നമ്മൾ പിന്നെ ഒന്നുകൂടെ ചാടാൻ പോവാണ്. ആദ്യമേ ചാടിയപ്പോൾ ഒരു സന്തോഷം വന്നില്ലാണ്ട് ഒന്നുകൂടെ ചാടി കുടിക്കാൻ പോവാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് സുഹൃത്തുക്കളെ. ഒരു ഇച്ചിരി ഗംഗാജലം കുടിച്ച് കുടിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. എന്നാലും എക്സ്പീരിയൻസ് Ganga Maya ki. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഇവിടെ
പയ്യയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. बोलो गंगा मैया की ഗംഗാ മയ്യ കീ ജയ്. നമ്മളെ പയ്യന്മാരെല്ലാരും മുറ്റാണ് എല്ലാം കൊണ്ട് കൺട്രോൾ ഇപ്പോഴും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. ആരും പേടിക്കണ്ട. നമ്മളെ നീന്തി ആയാലും എല്ലാവരും പുറത്തെത്തിക്കുന്നതായിരിക്കും. enjoy guys. Okay, stop. Are you ready, guys? So third rapid is coming. So rapid call in session, okay? So lock your feet. സുഹൃത്തുക്കളെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തതും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിവർ ഡ്രാഫ്റ്റിംഗ് ആണ്. On fast. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളുടെ ഋഷികേശ് ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നന്ദി, നമസ്കാരം.